ലോക, ബൾട്ടി, കാന്താര ചാപ്റ്റർ 1, മിറാജ്, കരം, വള, ഇഡ്ലിക്കട എന്നീ സിനിമകളുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലോട്ട് തന്നെ പോകാം. നമുക്കൊട്ടും സമയം കളയാതെ. അതിന് നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റഡീസ് യൂട്യൂബ് ചാനൽ. ആദ്യമേ തന്നെ ലോക എന്ന് പറഞ്ഞ കല്യാണി പ്രിയദർശൻ സിനിമയിലോട്ട് തന്നെ പോകാം. നമുക്ക് കഴിഞ്ഞ 36 ദിവസം കൊണ്ട് 6ാമത്തെ ആഴ്ച ആയിട്ട് പോലും കേരളത്തിൽ നല്ലൊരു ഹോൾഡാണ് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 276 സ്ക്രീനിൽ ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. സിനിമേന്റെ 36 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ 117 കോടിയാണ് സിനിമ കേരളത്തിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുന്നത് കഴിഞ്ഞ 36 ദിവസം കൊണ്ട്. തുടരും സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് ഓൾ ടൈം തകരാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി, അല്ലെങ്കിൽ വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമുക്ക് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ആ റെക്കോർഡ് തകർക്കുവാനായിട്ട്. മറ്റൊരു ഷൈനികം സിനിമയാണ് ബൾട്ടി എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ 7 ദിവസം കൊണ്ട് സിനിമയ്ക്ക് പൂജേൻ്റെതായ കളക്ഷൻ നല്ല പോലെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമേന്റെ 7 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ബൾട്ടി സിനിമയ്ക്ക് 6,33,00,000 കാണാൻ സാധിക്കുന്നത്. ബൾട്ടി എന്ന് പറഞ്ഞ സിനിമ എന്തായാലും നല്ലൊരു കളക്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് സിനിമയ്ക്ക് പൂജ ഹോളിഡേ ആയിട്ട്. ഇനി കാന്താര ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമയ്ക്ക് പ്രീസെയിൽ മാത്രം 3 കോടിയുടെ മുകളിലാണ് കാണാൻ സാധിച്ചത് റിലീസിന് മുമ്പായിട്ട് സിനിമയുടെ കളക്ഷൻസ് ബുക്കിങ്ങിലൂടെ മാത്രം. ഇനി സിനിമയുടെ കേരള ബോക്സ് ഓഫീസിലെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം 6,05,00,000 കാണാൻ സാധിക്കുന്നത് കാന്താര ചാപ്റ്റർ 1 സിനിമയ്ക്ക്. ഇനി ആസിഫ് അലിന്റെ മിറാജ് എന്ന് പറഞ്ഞ സിനിമയാണ് ജിത്തു ജോസഫ് കോമ്പോയിൽ വന്ന ത്രില്ലർ ഐറ്റം. എന്തായാലും പടം 14 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5,80,00,000 കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് പൂജ ഹോളിഡേ വീക്കെൻഡ് ചെറിയ രീതിയിൽ കളക്ഷനിൽ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും 3ാമത്തെ ആഴ്ചയിലോട്ട് കടന്നിരിക്കുകയാണ് മിറാജ് എന്ന് പറഞ്ഞ ആസിഫ് അലി സിനിമ. മറ്റൊരു വിനീത് ശ്രീനിവാസൻ സിനിമയാണ് കരം എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ 8 ദിവസം കൊണ്ട് സിനിമ 1,30,00,000 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസന്റെ ഇതുവരെ വന്ന ഡയറക്ഷനിലെ ഏറ്റവും വീക്കസ്റ്റ് സിനിമയാണ് കരം എന്ന സിനിമയും മാറുകയാണ്. മറ്റൊരു ലൂക്ക്മാൻ ധ്യാൻ ശ്രീനിവാസൻ സിനിമയാണ് വള എന്ന് പറഞ്ഞ സിനിമ. 14 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് 1 കോടിയാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ധനുഷ് സിനിമയാണ് ഇഡ്ലിക്കട എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ 2 ദിവസമായിട്ട് സിനിമ തിയേറ്റർ റിലീസിന് വന്നത്. എന്തായാലും ഓൾമോസ്റ്റ് 46,00,000 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഇഡ്ലിക്കടേന്റെയും അതുപോലെ തന്നെ മറ്റു സിനിമകളുടെയും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട്. അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റഡീസ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഏതെങ്കിലും സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തവരാണെങ്കിൽ പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ ബ്ലോക്ക് ബസ്റ്റർ സിനിമ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട്.